ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ജപ്പാനിലെ ഒക്കുതാമ റീജിയനിലുള്ള നിപ്പാറ ലൈംസ്റ്റോൺ കേവിലേക്കാണ്. ഞങ്ങൾ കാറിനാണ് യാത്ര പോകുന്നത്. അതിനായി 2 വീക്സ് മുന്നേ ടൈംസ് കാർ ഷെയർ വഴി മസ്ത 2 ബുക്ക് ചെയ്തിരുന്നു. കാറിൻ്റെ കീ ഡാഷ്ബിനിൽ ഉണ്ടായിരിക്കും. അടുത്തുള്ള ലോസലിൽ കയറി ഒരു കഫേ ലാറ്റയും ഹാം ആൻഡ് ചീസ് സാൻഡ്വിച്ചും കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. കാറിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ വ്യൂസ് ലഭ്യമായിരുന്നു. പാർക്കിങ്ങിനും അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡിലൂടെ പോയപ്പോഴും ഈ ഫീച്ചർ ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഇനി കുറച്ച് പെട്രോൾ അടിച്ചാലോ? ടൈംസ് കാർ ഷെയർ ഉപയോഗിക്കുമ്പോൾ കാറിന് പെട്രോൾ അടിക്കേണ്ടി വരുമ്പോൾ സ്വന്തം പണം ചിലവാക്കേണ്ടതല്ല. കാറിനുള്ളിൽ തന്നിരിക്കുന്ന ഫ്യൂവൽ കാർഡ് ഉപയോഗിച്ച് പെട്രോൾ അടിക്കാം. ഇത് ചെയ്യുന്നവർക്ക് ചെറിയ ബോണസുകളും കിട്ടും. കുറച്ച് ഡ്രൈവിംഗ് ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ഫ്രീ മിനിറ്റ്സ് ഓൺ നെക്സ്റ്റ് ഡ്രൈവ്. ഞങ്ങൾ ഏകദേശം നിപ്പാറ ലൈംസ്റ്റോണിൽ എത്താറായി. റോഡ് ഭയങ്കര വീതി കുറവായിരുന്നു. അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന പോലെ. ചില സമയങ്ങളിൽ മറ്റു വണ്ടികൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി നിർത്തി കൊടുക്കേണ്ടി വരികയും അതുപോലെ തന്നെ റിവേഴ്സ് എടുത്ത് വീതി കൂടിയ സ്ഥലത്തേക്ക് പോകേണ്ടതായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തിരക്ക് കൂടുതലായ കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഒരു ആൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടി ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഫൈനലി നമ്മളങ്ങനെ നിപ്പാറ ലൈംസ്റ്റോൺ കേവിലേക്ക് എത്തിച്ചേർന്നു. ഈ താഴെ കാണുന്നതാണ് നിപ്പാറ ലൈംസ്റ്റോൺ കേവിലേക്കുള്ള എൻട്രൻസ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലണം. ഇവിടെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മോഡേൺ രീതിയിലുള്ള ടോയ്ലറ്റ്സ് ഒന്നുമല്ല, അത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. 9 AM to 5 PM വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ്. പെർ ഹെഡ് 900 N ആണ് എൻട്രൻസ് ഫീ. നമ്മളിതവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളവിടെ ചെന്ന് അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാണിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് കയറാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ കേവിലേക്ക് കയറാൻ പോവാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങോട്ട് പുറത്തേക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ ഷൂവും കരുതണമെന്ന്.
പക്ഷെ ഞങ്ങൾ ജാക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഷൂസ് എന്തായാലും എടുക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. നല്ല തണുപ്പാണ്. ഇപ്പോൾ പുറത്ത് ടോക്കിയോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഔട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. കേവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതോടെ നമുക്ക് ഫീൽ ചെയ്യുന്ന അതിശക്തമായ തണുപ്പ് ഏകദേശം 11 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവിൻ്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തുള്ളികൾ, ഈർപ്പം, ഇവയെല്ലാം കൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് എത്തിയ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ടോട്ടലി നമ്മൾ ഏകദേശം ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെയാണ് ഇത് നടക്കാനെടുക്കുന്നത്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് കണ്ണ് തുറന്ന് നമ്മൾ നടക്കണം. കാരണം അത്യാവശ്യം സ്ലിപ്പിയാണ് റോഡ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും കല്ലും ഒക്കെ പോയി ഇടിക്കാനും, പിന്നെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ തലയൊക്കെ കുനിച്ച് നടക്കേണ്ടി വരും ചില സ്ഥലങ്ങളിലൊക്കെ. ആദ്യം എനിക്ക് ഈ ഗുഹയിലേക്ക് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ മായാവിയുടെയും കുട്ടൂസിൻ്റെയും ഗുഹയാണ് ഓർമ്മ വന്നത്. പക്ഷേ ഇതാ ഗുഹയല്ല, ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കുറേ ഉണ്ട് ഇത്. ഈ ഗുഹയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ പാർട്ടാണ്. ഇവിടെ ലൈറ്റ് എഫക്ട്സും അതുപോലെ തന്നെ ചെറിയ ഇവരുടെ വിഗ്രഹങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിലരവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വിഗ്രഹം കണ്ടിട്ട് എനിക്ക് ബുദ്ധൻ്റെ നല്ല സാദൃശ്യം തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഞങ്ങളെ ഗുഹ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ എക്സ്പ്രസ് വേ ആണ് ചൂസ് ചെയ്തത്.